ആദ്യമായിട്ടാണല്ലോ 15 ഇയേഴ്സ് സി എം ആയിരുന്ന ഒരു ഇൻഡിവിജ്വൽ പി എം ആയിട്ട് വരുന്നത്. സോ ദർ ആർ ടു തിങ്സ് ഹിയർ. ഹി വാസ് എ പാർട്ടി വർക്കർ ഫോർ 15 ഇയേഴ്സ്, party organization worker. 15 years he was CM. It's a very unusual CV, is it not? The only office he held is that of a chief minister for 15 years, where the MP, MLA ആയത് ആ സമയത്താണ്. So those 15 years have given him a in and out experience of how the system works. And I have watched the individual from the food department working with Sharad Pawar. He was a very respected chief minister. Because he, beyond all differences, he knew that a letter from him meant business. You mean Modi? Absolutely, it meant business. Because he would have personal knowledge of that letter. And let me also tell you, the man's success, if you look at it, ഇതുപോലെ തന്നെയാണ്. Gujarat had, I think, 3 officers representing Gujarat in Delhi. And one of them was a senior principal secretary. അപ്പോൾ ഈ അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. And this man will come with a bag, and he will be knocking. I am nobody compared. I'll state almost chief secretary rank undu. He will come knock in my door, and I am only private secretary to minister. He said that, Ashok Saab, aap kaise hai? And you will feel embarrassed. You say, sir, he will come in a very modest way to pursue his work. Gujaratiyanu, and he will come sit there. And the mention. ആ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പേപ്പർ കിട്ടണമെങ്കിൽ അയാൾ വേണമെങ്കിൽ 10 മണിക്ക് വന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ എൻ്റെ കൂടെ ഇരുന്ന് ഞാൻ കൊടുക്കുന്ന ലഞ്ചും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഹെൽപ്പ് മീ ഔട്ട്, വിത്തൗട്ട് ദിസ് പേപ്പർ ഐ കനോട്ട് ഗെറ്റ് ബാക്ക് ടു മൈ ഫോൺ ഈസ് ഹോട്ട് ഓൺ ദ അതർ സൈഡ്. യു ഹാവ് ടു ഗിവ് മീ ദ പേപ്പർ. വിത്തൗട്ട് ഓർഡർ ദെയർ ഇസ് നോ ഗോയിങ് ബാക്ക്. ഇതായിരുന്നു അവരുടെ ദ ലെവൽ ഓഫ് പ്രഷർ. ആൻഡ് ഹി വിൽ റൈറ്റ് 3 letters to Sharad Pawar. The 3rd letter will say that, if you desire my presence, I am willing to come and kindly give me an audience. I am coming to Delhi to pursue this matter further. And in that paper, Sharad Pawar write on he will score on Chavanna Ingine side edit a paragraph varachittu, please avoid this. Because you don't want a heated exchange on this. You will tell the secretary, please dispatch what Gujarat wants or discuss with me. It says that don't lead into this. I think this is, let's not get into any sort of mode of praising anybody. But Gujarat is a very business-like. That I learned in Delhi, that Gujarat is very business-like. Andhra is very business-like. Maharashtra is very business-like. Tamil Nadu has become very smart. I would keep Karnataka was always good, but Andhra is very business-like. അവർ പ്രപ്പോസൽസ് DPRs ഇതെല്ലാം കൊണ്ടുവരുന്ന അവരുടെ വർക്കിംഗ് സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ അവരൊരു 24 hours അവർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ദേ ഹാവ് വെരി പ്രൊഫഷണലൈസ്ഡ്. ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. വാട്ടർ റിസോഴ്സസിൽ ഇവിടെ ഇപ്പോൾ ഒരു ലാർജ് പ്രോജക്റ്റ് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിക്ക് ലെറ്റർ വരും, യു പ്ലീസ് പ്രപ്പോസ് പ്രോജക്ട്സ് വർത്ത് X crores. ഇവർ എഞ്ചിനീയേഴ്സ് എല്ലാം കൂടെ ഒരു എസ്റ്റിമേറ്റൊക്കെ അടിച്ച് സൈക്ലോ സ്റ്റൈലെല്ലാം ഒന്ന് കമ്പ്യൂട്ടറിലൊക്കെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റൊക്കെ മീറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓർഡിനറി പോസ്റ്റിൽ ഡെസ്പാച്ച് ചെയ്യും. ഓർഡിനറി പോസ്റ്റ്. ഇത് ഇടയ്ക്ക് പോയാൽ പോലും കിട്ടിയില്ലെങ്കിൽ പോലും അറിഞ്ഞില്ലെന്ന് ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ദ സെയിം തിങ് ഇഫ് ആന്ധ്ര വാണ്ട്സ് ടു പിക്കപ്പ് 1,000 crores, അവരുടെ ഫസ്റ്റ്ലി അവരുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടീം ഒന്നാകെ ഡൽഹി വരും. എന്നിട്ട് അവർക്ക് ഭവൻ റിസർവ് ചെയ്തിട്ടുണ്ട്. അവരവിടുത്തെ എക്സിക്യൂട്ടീവ് സൂട്ടിയിരുന്ന് അവിടെ ഇരുന്നാണ് ഇതെല്ലാം എഴുതുക. അപ്പോൾ ഇത് ബാക്ക് ആൻഡ് ഫോർത്ത് ഇല്ല. ഇനി ഇത് അവർ രാവിലെ കൊണ്ടുവരും. ഈ കൺസേൺ ബ്രാഞ്ചിൻ്റെ ഡയറക്ടറും ചീഫ് എഞ്ചിനീയറും എല്ലാവരും കൂടി ഇരുന്ന് എസ്റ്റിമേറ്റ് അവിടെ വെച്ച് തന്നെ അപ്രൂവ്. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ദേ വിൽ ആൻസർ ഇറ്റ് ഇൻ എ കോൺഫറൻസ് ഓൾ ലൈക്ക് ദിസ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ വേറെവർ ദേ വിൽ സിറ്റ് പ്രൊഫഷണലി സെറ്റിൽ ദ ഇഷ്യൂ. ചീഫ് എഞ്ചിനീയർ 3-ാം ദിവസം വരും, എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കുക, ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, അഫിഡവിറ്റ് കൊടുക്കണം, അതെല്ലാം സോഴ്സ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടുത്തെ സീനിയർ മോസ്റ്റ് അത് വാട്ടർ റിസോഴ്സ് നോക്കുന്ന ACS ലാസ്റ്റ് ഡേ വരും. ഇവരെല്ലാം കൊണ്ട് നേരെ സെക്രട്ടറിയുടെ മുറി വരുമ്പോഴേക്കും ഹി ഓൺലി വിൽ നീഡ് ടു ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. എന്നേച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ACS വന്നു കഴിയുമ്പോഴേക്കും ഈ വാട്ടർ റിസോഴ്സ് സെക്രട്ടറിയെയും ഈ പ്രോജക്റ്റ് എക്സാമിൻ ചെയ്ത എല്ലാവർക്കും അവർ ആന്ധ്രാഭവനിൽ അന്ന് ഡിന്നർ ഉണ്ടാവും. ചിലപ്പോൾ വൈകുന്നേരം കോക്ടെയിൽസും ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് അവരുടെ 1000 കോടി ഡിഡക്റ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. കേരളത്തിൻ്റെ കടലാസ് ഓർഡിനറി പോസ്റ്റ് വന്ന് തപാലിയിരിക്കും. ഇപ്പോൾ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ആൻഡ് ചീഫ് സെക്രട്ടറി ഈസ് പുഷിങ് ഓൾ സെക്രട്ടറീസ് ടു ഗോ അപ്പ്. പക്ഷേ ഈ നമ്മൾ ചെന്ന് കണ്ടതുകൊണ്ട് മാത്രമായില്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ദിസ് വീക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്,
ഐ വാസ് ടോൾഡ് ദാറ്റ് കേരളത്തിൻ്റെ കറണ്ട് ട്രാഞ്ച് ഓഫ് RIDF ഇനി 150 കോടിക്ക് സ്പേസ് ഉണ്ട്. നൺ ഓഫ് ദ ഫണ്ട് സ്റ്റാഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹവ് ആസ്ക്ഡ് ഫോർ ദാറ്റ് 150 crores. ഇപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ പിടിച്ച് ഒരു 130 കോടിയുടെ പ്രപ്പോസൽസ് തയ്യാർ ചെയ്തിട്ട് കൃഷി വകുപ്പിൽ ഇത് കൊടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ്, അത് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഫണ്ട് സാങ്ഷൻഡ് അവൈലബിൾ ട്രാഞ്ച് എടുക്കാൻ പോലും നമ്മുടെ സിസ്റ്റം ഹാസ് ടു ഗിയർ അപ്പ് എ ബിറ്റ് മോർ. ഇത് വാട്ട് യു സെഡ് ഇസ് ഇഷ്യൂ. പ്രൊഫഷണലിസം ഇസ് ലാക്കിംഗ് ഇൻ ദ ഈ ഗവൺമെൻറ്റിൻ്റെ ബൾക്ക് ഓഫ് ദ വർക്ക് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദർ ആർ 44 departments and there are some 10 departments which spend more than 500 crore per year on projects works. ഇപ്പോൾ 500 plus crores dispatch ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഫോർ എക്സാമ്പിൾ ഐ വുഡ് സേ the larger departments would include, for example, PWD, water resources, backward classes welfare, BC, SC, ST welfare. Agriculture is just 600 crores. It's one of the smaller departments. LSGD സൈസ് വലുതാണെങ്കിലും അവരുടെ എല്ലാ പ്രോജക്ട്സും ചെറുതാണ് ഇൻ ദാറ്റ് സെൻസ്. അവിടെയുണ്ട്. പിന്നെ അമൃത്, ജൽജീവൻ മിഷൻ, പിന്നെ പവർ ഇസ് എ ലാർജ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ 500 crore പ്ലസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണലായിട്ട്, ആൻഡ് ദേ വിൽ ബി ബിൽഡേഴ്സ് ആൻഡ് എക്സിക്യൂട്ടേഴ്സ് ആൻഡ് സ്ഥലമെടുപ്പ് അങ്ങനെയുള്ള ഹെവി ഡ്യൂട്ടി ഓപ്പറേഷൻസ് ആണ്. ഹെവി ലിഫ്റ്റിംഗ് വേണ്ടതാണ്. ഈ ഹെവി ലിഫ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ സക്സീഡ് ഓൺലി വിത്ത് എക്സ്പീരിയൻസ്. ഇപ്പം അങ്ങോട്ട് സോഷ്യൽ വെൽഫെയറിൽ ഒരുപാട് നാൾ കുത്തിയിരുന്ന ഒരു ഓഫീസർ രാവിലെ PWD വന്നാൽ വിജയിക്കില്ല. PWD ഹാസ് എ സർട്ടൻ style, rhythm and function. It is difficult to an officer to transition to power. പവറിൽ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ 3 കൊല്ലം പവറിൽ നിന്നുണ്ടാകും. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചറിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ യു ഹാവ് ടു സ്പെൻഡ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് പ്രോസസ്സസ്. റിസ്ക്കും അക്കൗണ്ടബിലിറ്റിയും കൂടുതലാണ്. നമ്മൾ അങ്ങനെയുള്ളൊരു, ഞങ്ങളിപ്പോൾ കേസൊക്കെ കൊടുത്താണ് 2 കൊല്ലമെങ്കിലും ഒരാളെ ഒരു സീറ്റ് വെക്കണമെന്ന് തീരുമാനിച്ചത്. ഈ ലീഡിങ് സ്റ്റേറ്റ്സിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ PWDയിലൊക്കെ ടൈം ടെസ്റ്റഡ് ഹാൻഡ്സ് ആണ് വരുന്നത്. അവർ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കും. പിന്നെ സെക്രട്ടറി ആകുമ്പോൾ ഒരു സ്പെൽ അവിടെ കൊടുക്കും. തമിഴ്നാട് എപ്പോഴും എടുത്ത് PWDൻ്റെ ആളിനെ ഒന്നീ പവറിലോട്ടോ ഇറിഗേഷനിലോട്ടോ മാറ്റത്തുള്ളൂ. സോ ഹി വിൽ ബി ഡീലിംഗ് വിത്ത് ദ സെയിം ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ്. സോ ഹി വിൽ നോ ദ ബെറ്റർ വൺസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഡസ്ട്രിയേറ്റ് റിവർ വാട്ടർ എടുത്ത് നോക്ക്. തമിഴ്നാട് ഹാസ് മെയിൻറ്റെയിൻഡ് ഇറ്റ്സ് കാവേരി ടെക്നിക്കൽ സെൽ ഫോർ 25 years. ദർ ചീഫ് എഞ്ചിനീയർ വാസ് റിറ്റെയിൻഡ് അണ്ടിൽ ഹിസ് ഏജ് ഓഫ് 90+. അയാൾ മരിച്ചപ്പോൾ മാത്രമാണ് പുതിയ ആളിനെ വെച്ചത്. നമുക്കങ്ങനെ സ്ട്രക്ചേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതാണ് കുഴപ്പം. ഫോർ എ ലോങ് ടൈം ദർ വെർ കോൺഗ്രസ് ഗവൺമെൻറ്റ്സ്, സോ ദേ വെർ വെരി അക്ലമറ്റൈസ്ഡ് വിത്ത് ദെയർ എക്കോ സിസ്റ്റം. അപ്പോൾ നാച്ചുറലി ഫോർ ദ ലാസ്റ്റ് ഒരു സീക്വൻസിൽ ദർ ഹസ് ബിൻ എ ചേഞ്ച് ഓഫ് പ്രിഫറൻസ്. അപ്പോൾ അവർ ദേ ആർ മോർ ഹാൻഡ്സ് ഓൺ. സോ ദേ നീഡ് എ ടൈപ്പ് ഓഫ് ഓഫീസർ ഹു വിൽ അലൈൻ ഹിംസെൽഫ് ബെറ്റർ. അലൈൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി എന്നുള്ളതല്ല, ഗവൺമെൻറ് പ്രോഗ്രാമിനോട്. സോ ദേ ഹാവ് എ പ്രിഫറൻസ്. ദാറ്റ് ഈസ് ദ വേ ഇറ്റ് സോർട്ട്സ്. അല്ലാതെ പിന്നെ പൊളിറ്റിക്കൽ ഹ്യൂ നോക്കിയിട്ടല്ല ഓഫീസേഴ്സ് എടുക്കുന്നത്. ഇപ്പം ഡൽഹിയിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ മെനി ഓഫീസേഴ്സ് അറ്റ്ലീസ്റ്റ് ഇൻ മൈ ബാച്ച് ഹു ഹാവ് ഗുഡ് ഓഫേഴ്സ് ഇൻ ഹാൻഡ് ബട്ട് ആർ നോട്ട് ഗോയിങ് ടു ഡൽഹി ഓൾസോ ബിക്കോസ് വർക്ക് എൻവയോൺമെൻറ്റ് ഈസ് വെരി ടഫ് നൗ. അവിടെ ജോലി ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആവുന്ന 5 PM ശേഷമാണ്. So you can't leave by 8, 9, 10. Whereas in state you can still pitch it at 6:30, 10 you can get home. അപ്പം പല ഘടകമാണ്. ഈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ BJP ഗവൺമെന്റ് പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള. അല്ല, ഇന്നലെ ഞാൻ പറഞ്ഞത് BJP എന്നുള്ളതല്ല. what I sense is in the government of India, government has become very programmatically focused. So it's like there is a PM program in every that you can sense. നമ്മൾ സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും സെക്രട്ടറീസ് ആർ ടേക്കിംഗ് റിവ്യൂസ് എവറി 3 days. സോ ദേ ആർ ബീങ് ഹെൽഡ് അക്കൗണ്ടബിൾ അറ്റ് എ വെരി ഷോർട്ട് ലീഷ്. ദർ ഈസ് നോ ഓഫ് ടേക്ക്. ഫസ്റ്റ്ലി ഐ ബിലീവ് യു ഹാവ് എ പ്രൈം മിനിസ്റ്റർ ഹു ഈസ് like 15 hours a day. But it's a major, there is no relaxed, there is no cooling down of the executive function. അപ്പോൾ അവരുടെ ടോപ്പ് പ്രയോറിറ്റി പ്രോജക്ട്സ് പെർസ്യൂ ചെയ്യുന്ന ഒരു സീൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ദേ ആർ ബീങ് ഡ്രിവൺ വെരി വെരി ക്ലോസ്ലി. ആക്ച്വലി പുതിയ അഗ്രികൾച്ചർ സെക്രട്ടറി വന്നിട്ട് ഇപ്പോൾ 2 മാസം മറ്റേ ആയുള്ളൂ. പ്രോബ്ലി ഈസ് ഹോൾഡിംഗ് ദ 4th review in 2 months, which is very unusual for ക്വാർട്ടറിൽ ഒന്നൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. he should have taken at least 5 video conferences by now, and 4th in-person review he is taking on this coming 18th. അപ്പോൾ you can understand that they want business done in every ministry.
സ്റ്റേറ്റ് സർവീസിനേക്കാൾ അക്കൗണ്ടബിലിറ്റി ആ യൂണിയന്റെ ഇതിലുള്ളതിലാണ് അല്ലെ അതിനേക്കാൾ അല്ല, അവിടെ എന്ന് പറയുമ്പോൾ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ജോയിൻറ്റ് സെക്രട്ടറീസ് ആണ്. സോ വാട്ട് എവർ ബി യുവർ പോർട്ട്ഫോളിയോ, there are two things there. The secretaries will look after only the cabinet work, policy related work. Their pile will be smaller. ഇപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ ജോയിൻറ്റ് സെക്രട്ടറിയുടെ പൈൽ നോക്കിയാൽ ഡെയിലി പൈൽ ലോഡ് ഓഫ് വർക്ക് ആൻഡ് സെക്രട്ടറീസ് ലോഡ് ഓഫ് പൈൽ പ്രോബ്ലി ഹി മേ നോട്ട് ഹാവ് ആസ് മച്ച് ആസ് ദാറ്റ് ഓഫ് എ ജോയിൻറ്റ് സെക്രട്ടറി, ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ്. Joint secretary will generally interact with all the foreign embassies, of which there are at least 30-40 important ones. He will conduct most of the representation for Government of India, meaning he will travel abroad for at least 2 months in the year. അപ്പോൾ എക്സ്പോഷർ വളരെ വൈഡ് ആയിരിക്കും. ആൻഡ് വെരി റെയർലി വിൽ ഗെറ്റ് എ ജോയിൻറ്റ് സെക്രട്ടറി ഓവർ റൂൾഡ് ഓർ ഓവർ ടേൺഡ് ഇൻ എ പേപ്പർ. only the secretary or minister will do. Minister ഓവർ റൂൾ ചെയ്യുന്ന ഞാൻ 1.5 കൊല്ലം മിനിസ്ട്രി കണ്ടിട്ട് എനിക്ക് വന്ന് ആ 1.5 കൊല്ലം നമ്മൾ മന്ത്രിക്ക് അയച്ച ഫയലുകളിൽ പ്രോബ്ലി 2 files the minister had a separate decision. അപ്പം 99.9% will the guidance will be done by the joint secretary. സ്റ്റേറ്റിൽ അത് പറയാൻ പറ്റില്ല. സ്റ്റേറ്റിൽ പ്രോബബ്ലി 10% കേസസ് മിനിസ്റ്റേഴ്സ് വിൽ ഹാവ് ദെയർ ഓൺ വ്യൂ. അവിടെ അത്ര പോലും ഉണ്ടാവില്ല. ഇത്രയും കരിയർ പ്രോസ്പെക്ട്സ് അവിടെ കൂടുതൽ എന്നുള്ളൊരു അർത്ഥം കൂടെ വരുന്നത്. ഇവിടെ നമ്മുടെ ഈ IAS ഓഫീസേഴ്സിന് പ്രിഫറൻസ് ഉണ്ടോ അങ്ങോട്ടൊന്ന് പോകാനായിട്ട്? മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു ഗവൺമെന്റ് മാറുമ്പോൾ 5 വർഷത്തേക്ക് അവിടെ പോയി ഗ്രാമത്തിൽ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നത് അങ്ങനെ ഇപ്പം ഇല്ല. പക്ഷേ ഈവൻ നൗ I have some technical hitches to go to Delhi, but otherwise one stint in Delhi at senior level, one stint in Delhi, at least 4+4 or 5+4 is good. It is enriching. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഓൾ ഇന്ത്യ സർവീസ്. അപ്പം ഞാൻ UP-യിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് ദാറ്റ് ബാലൻസ്. അപ്പം ഡൽഹി ചെന്ന് നിങ്ങൾ മിനിസ്റ്ററി ഇരുന്ന ഹിന്ദിയിലാണ് ഫയൽ വരുന്നത്. അപ്പോൾ നമ്മൾ രാഷ്ട്രഭാഷയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ പിന്നെ ഹിന്ദിയിൽ വരുന്ന ഫയൽ കൈകാര്യം ചെയ്യാൻ പോരാ. സോ യു ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് എ ഡിക്ഷണറി, അണ്ടർസ്റ്റാൻഡ് ദി എക്സ്പ്രഷൻ. അത് പണ്ടൊരു തമാശയുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്നൊരു ആളുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വന്ന് അവിടെ ഇരുന്നു. അപ്പോൾ അയാൾക്ക് ഹിന്ദി ഒക്കെ പക്ഷേ ഈ സംസാര ഭാഷ അറിയില്ലല്ലോ. അപ്പോൾ ഡഫേദാർ വന്നിട്ട് പറഞ്ഞു, സാബ് യാദ് കർ റേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി തിരിച്ചു പറഞ്ഞു, സാബ് സെ ബതാവോ മേ ബി ആപ് സാബ് കോ യാദ് കർ റേ ഹോ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസറിൽ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ്, വാട്ട് യു ബി യു വാണ്ട് മീ ടു കം ടു യുവർ ഓഫീസ് ആൻഡ് ദാറ്റ്സ് നോട്ട് ദ വേ ഡൽഹി വർക്ക്സ്. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായി യാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമോ. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴത്തെ ഗവൺമെന്റ്, ഇപ്പോഴത്തെ കറന്റ് ഗവൺമെന്റ് മുൻപുള്ള ഗവൺമെന്റ്സിനേക്കാളും കുറച്ചുകൂടി പ്രൊഫഷണൽ ആൻഡ് ഗോൾ ഓറിയന്റഡ് ആണെന്ന് പറയാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. മൻമോഹൻ സിംഗ്സ് ഗവൺമെൻറ് ഐ സോ അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്, ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ. ഐ യൂസ് ടു വർക്ക് ഫോർ പ്രൊഫസർ KV Thomas, Mr. Sharad Pawar as their chief of staff, the immediate chief of staff as director. So I used to get to know 3 secretaries, consumer affairs, food, agriculture. കുറച്ചു കാലം പേഴ്സണലിലും വർക്ക് ചെയ്തു. സോ ദാറ്റ് എക്കോസിസ്റ്റം ഇസ് നോൺ ടു മീ. ഇറ്റ് വാസ് എ വെരി ഗുഡ് ഗവൺമെൻറ്. ഐ വുഡ് റാദർ സേ ദാറ്റ്. അന്നത്തെ ഒരു വലിയ ഫ്രീഡം എന്ന് പറയുന്നത് ഈവൻ എ മിഡിൽ ലെവൽ ഓഫീസർ ലൈക്ക് യൂഷ്വലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ only joint secretaries and above will address the minister. അപ്പം അങ്ങനെ എനിക്കിത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഡയറക്ടേഴ്സിനെല്ലാം പുറയിലേ ഇരുത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ പറയണ നമുക്ക് മലയാളികളെ എന്തെങ്കിലും തള്ളിക്കളയാന്ന് വിചാരിച്ച് ഞാൻ കൈയും കാലൊക്കെ കാണിക്കും. അപ്പോൾ യൂഷ്വലി whoever is the line joint secretary will send a displeased look at that side. അപ്പോൾ എങ്ങനെയോ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പം പറഞ്ഞാൽ ശരത് പവാർ ലൈക്ഡ് ഇറ്റ്. 1 or 2 times ദിസ് ഫെലോ ഈസ് സേയിങ് സം സെൻസ്, ഇത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് എൻകറേജ് ചെയ്യാൻ തുടങ്ങി. വെൻ ഐ മെറ്റ് വിത്ത് ദെൻ ഫുഡ് സെക്രട്ടറി, he said that don't you know Delhi, we want your work and your silence. എന്നോട് പറഞ്ഞു പിന്നെ പറഞ്ഞ് നിനക്ക് അത്ര ജോലി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇഫ് യു റിയലി വാണ്ട് ഇറ്റ്, ഐ വാണ്ട് എ ഡയറക്ടർ ഫോർ ദ FCI. So you tell your minister that you want to work with me, and അപ്പോൾ എന്നിട്ട് നീ വന്നിട്ട് ഇതിൻ്റെ ഈ ലെക്ചറും കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചാൽ മതി രാവിലെ തൊട്ട്. നീ അവിടെ പോകാൻ തുറക്കരുത്. അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഡയറക്ടർ വിൽ ബി സെക്രട്ടറി, സോ ഹി വിൽ അഡ്രസ് ദ മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഹി വിൽ ഗെറ്റ് ദാറ്റ് ഫ്രീഡം. ഡൽഹിയിൽ അത് പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, മൻമോഹൻ സിംഗ് വാസ് സച്ച് എ ഗുഡ്, ആൻഡ് മൊണ്ടേക് സിംഗ് അലുവാലിയ, മൻമോഹൻ സിംഗ്, ശരത് പവാർ, ഇവർ 3 പേരും ഇരിക്കുന്ന മീറ്റിങ്ങിൽ I have ventured out to air my views, and they gave me rapt attention. So it's a very open, down to earth. It's a pleasure to sort of advance our amateurishness at the Mottek Singh Ahluwalia and all that. Other than that, government was very good. What I'm trying to say is that
the successor governments want to deliver in a very fast, ഒരു ബ്രേത്ത്ലെസ് ഡെലിവറിയാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു.